വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു X2 ആണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ ഒരു പെർഫെക്റ്റ് കോംബോയാണിത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചെറിയൊരു റെസിപ്പി. എന്ന് നമുക്ക് വീഡിയോ മുഴുവൻ കാണാം. ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, കുതിർത്തിയ ഗ്രീൻ പീസ് 1 കപ്പ്, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ബീൻസ്, പിന്നെ ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. ഇത് വേവിക്കാൻ വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ കേൾപ്പിക്കണം. അങ്ങനെ വിസിലൊക്കെ വന്ന് അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുക്കുക, വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് 4 ഏലക്ക, 6 കറിയാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 4 പച്ചമുളക് നടുവേ കീറിയത്, ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൺ ചെയ്യാൻ ഒന്നും മറന്നുപോയി, സാരില്ല. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ സവാള ചെറിയൊരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പൊടിച്ച കുരുമുളകില്ലേ അത് ഇവിടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 കോഴിമുട്ട എടുത്തിരിക്കുന്നത്. അത് വേവിച്ച്, അതായത് പുഴുങ്ങിയത് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാല് 1 കപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ചാറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അഡീഷണൽ വെള്ളം ചേർക്കാം. അത് ചൂടുവെള്ളം, ഞാൻ ഇവിടെ 1 കപ്പ് ചൂടുവെള്ളം അഡീഷണൽ ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് വേവിക്കുക. കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ണങ്ങളിലേക്ക്. ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ തേങ്ങയുടെ 1ാം പാല് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുക്കണം. അത് ലാസ്റ്റ് ചേർക്കാൻ കാരണം അതിൻ്റെ ഒരു ചെറിയ ആ കുരുമുളകിൻ്റെ ആ ഫ്ലേവർ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്ത് ആ പാനൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ചീനച്ചട്ടി എടുത്ത് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസ് ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. അങ്ങനെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റൂവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് സെർവ് ചെയ്യുക. ഇത് വെള്ളയപ്പത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു X2 ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം തീർച്ചയായിട്ടും. താങ്ക്